പ്രൈസ് ലോർഡ്. എൻ്റെ പേര് രാജേഷ്. ഞങ്ങൾ UK ഡോൺകാസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അത് നോർത്തായിട്ട് വരും. ഞങ്ങൾക്ക് 6 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 16 വയസ്സായി, രണ്ടാമത്തെ കുട്ടി 14, മൂന്നാമത്തെ ആൾ 12 വയസ്സ്, പിന്നെ നാലാമത്തെ ആൾ 8 വയസ്സ്, അഞ്ചാമത്തെ ആൾ 7, പിന്നെ ഏറ്റവും ഇളയ ആൾ 6-ാമത്തെ ആൾ 4 വയസ്സ്. ജനറൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം 4 ഹാഫ് ഡേയ്സ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറാണ്, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫുൾ ടൈമാണ് ജോലി ചെയ്യണത്. ഞങ്ങൾ ചെറുപ്പത്തെ മുതൽ നവീകരണത്തിൽ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഈശോനോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. ആ സമയങ്ങളിലുള്ള ആദ്യ കാലങ്ങളിലുള്ള ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ അബോർഷനൊക്കെ തെറ്റാണ്. അതൊക്കെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കുട്ടികൾ വേണമെന്നൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു. ഹിതം എന്താണെന്നുള്ളതായിരുന്നു എപ്പോഴും ഞങ്ങളുടെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം നടന്നപ്പോഴായാലും ഈശോയുടെ ആഗ്രഹമായിരുന്നു എന്ന് അന്വേഷിച്ച് അത് കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലായാലും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നടക്കണമെന്നായിരുന്നു. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ടീനേജ് സമയത്തൊക്കെ പാരിഷിൽ ഉണ്ടാവുന്ന റിട്രീറ്റുകളിലൊക്കെ കോൺട്രസെപ്ഷൻ തെറ്റാണെന്ന് ഒക്കെ പറഞ്ഞതുകൊണ്ട് ആ ഒരു കൺവിക്ഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി ഞാനൊരിക്കലും കോൺട്രസെപ്ഷൻ എടുക്കില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ രാജേഷ് പറഞ്ഞ പോലെ ഞാൻ എത്ര കുട്ടികളുണ്ടാവും ഞങ്ങൾ തമ്മിലും ഡിസ്കസ് ചെയ്തിട്ടില്ലേ ഞാനും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നനുസരിച്ച് അത് നടക്കണമെന്നുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് 2004 കഴിഞ്ഞ് 2 വർഷത്തേക്ക് മക്കളിലായിരുന്നു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് സ്കാനൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് അന്ന് ഡയഗ്നോസ് ചെയ്തു. അത് ബ്ലഡ് ടെസ്റ്റിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കോൺഫർമേഷൻ ഉണ്ടായി. സ്കാനിലും കുറേ സിസ്റ്റ്സ് ഒക്കെ കണ്ടിരുന്നു. അത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം മിക്കവാറും പേഷ്യൻസിന് ഒന്നുകിൽ ബ്ലഡ് ടെസ്റ്റിൽ അല്ലെങ്കിൽ സ്കാനിൽ ആ പോളിസിസ്റ്റിക് ഓവറി എന്തെങ്കിലും ഒരു കൺഫർമേഷൻ പറയണം. പക്ഷെ എനിക്ക് രണ്ടിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റായിട്ട് പോളിസിസ്റ്റിക് ഓവറീസ് ആണെന്ന്. അപ്പോൾ മൂത്ത മോൾക്ക് വേണ്ടി ടാബ്ലറ്റ് കഴിച്ച് ആണ് മൂത്ത മോള് കൺസീവ് ആയത്. അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളടുത്ത കുഞ്ഞിന് മനസ്സിൽ പ്രിപ്പയറായി. അപ്പോൾ പിന്നെയും ടാബ്ലറ്റ്സ് വേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്ന് ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇനി ഡോക്ടറെ കാണാം, ടാബ്ലറ്റ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കാം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ 2ാമത്തെ പ്രഗ്നൻ്റ് ആണെന്ന്. ആ പ്രഗ്നൻസിയോടുകൂടി എൻ്റെ പോളിസിസ്റ്റിക് ഓവറീസ് കംപ്ലീറ്റ് ആയിട്ട് ഹീലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരിക്കലും ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എല്ലാം ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ ദൈവത്തിൻ്റെ സമയത്ത് തന്നെ ദൈവം തന്ന മക്കളായിരുന്നു. 2ാമത്തെ മോൻ 1.5 വയസ്സായപ്പോഴേക്കും ഞാൻ 3ാമത്തെ കൺസീവായി. അങ്ങനെ മൂത്ത മോള് പിന്നെ 2 ആൺമക്കളും 3 പിള്ളേരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ 3 കുട്ടികളായി. അപ്പം ഞങ്ങളപ്പോൾ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഒരു 2009-10 ആ സമയമാകുമ്പോഴത്തേക്കും 11 ആയപ്പോൾ ബഹുമാനപ്പെട്ട ഫാദർ സോജി ഒളിക്കലച്ചൻ ബർമിംഗ്ഹാമിൽ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയും ധ്യാനങ്ങളും അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഞങ്ങൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതിൽ അച്ഛനെപ്പോഴും മോർ ചിൽഡ്രൻ മോർ അനോയിൻറ്റിങ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും ഇപ്പോൾ ഞങ്ങളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമ്മൾ കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാമെന്നുള്ളൊരു ഓപ്പൺ മൈൻഡായി. അങ്ങനെ അച്ഛൻ്റെ ഒപ്പം ഞാൻ മെജിഗോറിയിൽ സിഹിയോൻ ടീമിൻ്റെ ഒപ്പം ഇപ്പോൾ AFCM ആണെന്ന് സിഹിയോനായിരുന്നു. അപ്പോൾ ഞാനും എല്ലാ ടീമംഗങ്ങളും കൂടി ഇപ്പോൾ മെജിഗോറിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു ചാപ്പലുണ്ട് മെജിഗോറിയിൽ. അപ്പോൾ ആ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, 4ാമത്തെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ 4ാമത്തെ കൊച്ചിനപ്പോൾ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പ്രാർത്ഥിച്ചേക്കാം, 4ാമത്തെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം.
അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അവിടെ ഒരു ബ്ലൂ ക്രോസ് ഒരു പാരഷൻ ഹിൽ എന്ന് പറഞ്ഞൊരു ഹില്ലുണ്ട്. അപ്പോൾ ആ ഹില്ലിൽ ടീമംഗങ്ങളെല്ലാവരും കൂടി അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് മെജിഗോറി അവിടെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മാറി, സൂര്യൻ ഇങ്ങനെ കറങ്ങണ പോലെ തോന്നി. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം. 10-20 പേരവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവ് ആകാശം തൊട്ട് ഭൂമി വരെ ഇങ്ങനെ മാതാവിൻ്റെ വലിയൊരു മാതാവ് ഇങ്ങനെ അനുഗ്രഹിക്കണം, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. അപ്പോൾ എന്തൊരു സൈൻ പോലെ തോന്നി. അതും അത് എന്നെ പ്രത്യേകിച്ച് എൻ്റെ മാതാവിന് പണ്ടേ ഭയങ്കര താല്പര്യമാണ് മാതാവിനോട്. അത് ആ വിശ്വാസം ഒത്തിരി ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് യുക്കെയിലോട്ട് മജിഗോറിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഫെൽസി പറഞ്ഞു ഫെൽസി പ്രഗ്നൻ്റാണ്. അപ്പോൾ 4ാമത്തെ കുട്ടി. അപ്പോൾ ഞങ്ങൾ ട്രീസ എന്ന് അവൾക്ക് പേരിട്ടു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മജിഗോറിയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയാണല്ലോ ട്രീസ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ട്രീസനെയും കൊണ്ട് നമുക്ക് മെജിഗോറി പോയി മാതാവിന് നന്ദി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഒന്നര വർഷം ആ സമയമായപ്പോഴത്തേക്കും അവിടെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 5ാമത്തെ കുട്ടി പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾ അവളെ ആൻ എലിസബത്ത്, അതായത് മാതാവിൻ്റെ അമ്മയുടെ പേര് ആനായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഗ്രാൻഡ് മദറിൻ്റെ പേര് എലിസബത്ത്, അങ്ങനെ ആൻ എലിസബത്ത് എന്ന് അവൾക്ക് പേരിട്ടു. അപ്പോൾ 5ാമത്തെ കുട്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി നമുക്കെന്നാൽ ഞങ്ങളിപ്പോൾ കൂടുതലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് അത് നടക്കട്ടെ, നമ്മളങ്ങനെ ഒരു നമ്പർ ഒന്നും വെച്ചൊന്നുമില്ല. നമ്മൾ ദൈവം എന്താണ് നമുക്ക് തരുന്നത് നമ്മൾ സ്വീകരിക്കും. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, ഞങ്ങൾ ദൈവമെല്ലാം നമുക്ക് ഓരോ കുട്ടികളും ദൈവത്തിൻ്റെ ധ്യാനമാണ്. നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് പാരൻസ് ആണ്. നമ്മൾ മാക്സിമം പറ്റാവുന്ന പോലെ അവർ വളർത്തുക, ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അപ്പം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൂർദിൽ പോയി. അപ്പോൾ ലൂർദിൽ പോകാൻ കാര്യം അപ്പം നമുക്ക് വിചാരിച്ചു ഞങ്ങൾക്ക് മാതാവിനോട് വലിയ ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും ഞങ്ങളപ്പോൾ 5 കുട്ടികളെയും കൊണ്ട്, അപ്പോൾ ഏറ്റവും 5ാമത്തെ കൊച്ചെന്തോ 5 മാസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ലൂർദിൽ പോയി അവിടെ പ്രാർത്ഥിച്ച് വെറുതെ ഒന്ന് കുറച്ച് നേരം ഒരു ഹോട്ടലിൽ കിടന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഞെട്ടി എണീക്കുകയാണ്. ഫെൽസി അപ്പോൾ പ്രഗ്നൻ്റായിട്ട് പിന്നെ 6ാമത്തെ കുട്ടീനെ ഇങ്ങനെ പ്രഗ്നൻ്റായിട്ട് ഈ കുഞ്ഞു കൊച്ചിനെ ട്രോളിയിൽ വെച്ച് ഇങ്ങനെ പുഷ് ചെയ്യണം. ആകെ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം. അപ്പോഴത്തേക്ക് ആകെ ടെൻഷൻ, അയ്യോ ഇനിയിപ്പോൾ 6ാമത്തെ കുട്ടിയെ എല്ലാവരെയും ഇങ്ങനെ നോക്കുമൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഞങ്ങൾ ഫുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു. പിന്നെ ലൂർദിൽ നിന്ന് തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെൽസി 6ാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റായി. അവിടെ ഞങ്ങൾ ഹന്ന എന്ന് പേര്. Hi, my name is Rosemary. This is Hannah. Hi, my name is Teresa. My name is Joshua. My name is Anne. My name is Johan. നമ്മൾ UK പോലുള്ള ഒരു സ്ഥലത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 പിള്ളേരായപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയി. ഇവരെ കാത്തലിക് ഫെയ്ത്തിൽ വളർത്തണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ എല്ലാ കുട്ടികളെയും തന്നെ നമ്മുടെ കാത്തലിക് സ്കൂളിലാണ് വിടുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ഫാമിലി പ്രെയർ ഒരുമിച്ചുണ്ട്. അപ്പോൾ അത് മസ്റ്റാണ്. പിള്ളേരത് എങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടായാലും ഞങ്ങളൊരു 7 മണി സമയം 7 തൊട്ട് 7:30 വരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഫാമിലി പ്രെയർ. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എല്ലാവരും ബൈബിള് വായിക്കും. So I'm really grateful for my parents, just because of their faith and how they've helped us as a family. They've all encouraged us to take part in church, whether that means doing piano or Johan doing a live streaming, and then also doing prayer every day and reading the Bible has really helped me with my faith as well, to make sure that I pray by myself every day
and also read the Bible as well. എല്ലാ സൺഡേയും കുർബാനയ്ക്കും നോക്കും. എത്ര വൈകി കിടന്നാലും പിറ്റേ ദിവസം ഇങ്ങനെ കുർബാനയ്ക്ക് കൊണ്ടുപോകാൻ നോക്കും. അവർ മൂത്ത പിള്ളേരെല്ലാവരും ആക്റ്റീവാണ് പള്ളിയിൽ. അവർ ഒരാൾ പിയാനോ വായിക്കുന്ന, ഒരു മോൻ മാസിൻ്റെ ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന, വേറൊരു മോൻ റീഡിങ്ങും ഓൾട്ടർ സെർവറായിട്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വീട്ടിലായാലും കുറേ ഫെയ്ത്ത് ആക്ടിവിറ്റീസ് പറ്റാവുന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫാമിലി പ്രെയർ ആയാലും ഓരോ സീസൺ അനുസരിച്ച് ചിലപ്പോൾ ഞാൻ മാറാറുണ്ട്. അപ്പോൾ ലെൻറ്റിലാവുമ്പോൾ മിക്കവാറും ഫ്രൈഡേസ് കുരിശിൻ്റെ വഴി, ബാക്കി ദിവസങ്ങൾ ഡിവൈൻ മേഴ്സി പ്രെയർ, അങ്ങനെയൊക്കെ ഓരോ വ്യത്യാസപ്പെട്ട് പിള്ളേർക്ക് വേണ്ടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി മാറ്റി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ We all really like to do music. I personally play guitar and piano. Johan does guitar as well. Joshua plays the drums. And then Anu started piano. We have some singers as well. So using the music to help with our faith, with praise and worship and things is something I think in the future that we can do. ക്രിസ്മസിൻ്റെ സമയത്ത് ഈശോയുടെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കും. കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹാപ്പി ജീസസിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി കേക്ക് കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ ആകുമ്പോൾ പിള്ളേരെ കൊണ്ട് ജീസസിൻ്റെ ഒരു തൂമ്പ് പോലെ ഇങ്ങനെ പ്ലേ ഡോണത് ഉണ്ടാക്കി അത് ഉണ്ടാക്കി വയ്ക്കും. അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശോ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ആ പിക്ചർ അതിൽ കളർ ചെയ്യും, അത് അതിൻ്റെ റൂമിൻ്റെ അടുത്ത് വയ്ക്കുക. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ലെൻറ്റിൻ്റെ സമയത്ത് അവർ തന്നെ കുരിശൊക്കെ ഉണ്ടാക്കി, അഥവാ വേ ഓഫ് ദ ക്രോസ് പോലെ ഓരോ സ്റ്റേഷൻസ് ഉണ്ടാക്കി അത് ഞങ്ങൾ ചോരമ ഇങ്ങനെ ഒപ്പിച്ചിട്ട് എല്ലാ ഫ്രൈഡേയും വേ ഓഫ് ദ ക്രോസ് ചെല്ലുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യും ഇങ്ങനെ പിള്ളേർ ആ ഫെയ്ത്ത് ബിൽഡ് ചെയ്യാൻ. അതിൻ്റെ കൂടെ കുറേ സെയിൻസിൻ്റെ പ്രോഗ്രാംസ് യൂട്യൂബിൽ വരുന്ന സെയിൻസിൻ്റെ സ്റ്റോറീസ് കാണിച്ചു കൊടുക്കും, ബൈബിൾ സ്റ്റോറീസ്. അത് ചെറുതിൽ അവർക്ക് റെഗുലറായിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഫാമിലി പ്രെയർ കഴിഞ്ഞിട്ട് അതിരുന്ന് കാണാറുണ്ട്. ഇങ്ങനെ മിക്കവാറും ഞങ്ങൾ പല ആക്ടിവിറ്റീസ് അവരുടെ ഫെയ്ത്ത്. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ഫാമിലി ആയിട്ട് ധ്യാനത്തിന് പോവും. അതേപോലെ പിലിഗ്രിമേജ് മിക്കവാറും അവർ ലേഡി അല്ലെങ്കിൽ മദർ മേരി, അപ്പോൾ ഒന്നെങ്കിൽ മജിഗോറി, ലൂർദ്, ഫാത്തിമയുടെ എവിടെയെങ്കിലും ഞങ്ങൾ എല്ലാ വർഷവും പിള്ളേരെയും കൊണ്ട് പോകും. ചിലപ്പോൾ ഓൾസിംഗമായിരിക്കാം ഇംഗ്ലണ്ടിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എപ്പോഴും കർത്താവിനാണ്. പിന്നെ മാതാവിനോടുള്ള പ്രത്യേക ഒരു ഭക്തിയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പക്ഷെ പിള്ളേരെ എപ്പോഴും പഠിപ്പിക്കുന്നത് ഈശോ ആണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ബൈബിൾ വായിക്കണം, എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം, അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ബിഗ് ഫാമിലി ആയി. അപ്പോൾ ഞങ്ങൾ 8 പേരാണ്. അപ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾസും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉപരി ഒരു ജോയ്ഫുൾ ഫാമിലിയാണ്. ആദ്യ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഫാമിലീസിൻ്റെ ഇടയിൽ ഒരു കുട്ടി, 2 കുട്ടി, മാക്സിമം ഒരു 3 കുട്ടി, വളരെ റെയറായിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 6 കുട്ടികളായിരുന്നപ്പോൾ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചിലവർക്കൊക്കെ ഞങ്ങളോടൊരു ദേഷ്യവും കളിയാക്കലൊക്കെ ആയി. പക്ഷേ കോവിഡിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞങ്ങളായിരുന്നു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഫാമിലി. കാരണം ഇവർ തമ്മിൽ കളിക്കുകയും അവർക്കൊരു ബോറടി അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയത് കാരണം സ്കൂളുണ്ടായിരുന്നു, സ്കൂളിൽ വിടുമായിരുന്നു. പക്ഷെ എന്നാൽ കൂടി ആ കോവിഡിൻ്റെ സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾ ലൈഫിന് ഓപ്പൺ ആയപ്പോൾ ദൈവം പിള്ളേരെ നോക്കാനായിട്ടും ദൈവം തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പം ഞങ്ങൾ 2 പേരും ഫുൾ ടൈം ഡേ ടൈം തന്നെ ജോലി ചെയ്യണം. അപ്പോൾ നൈറ്റും ഡേ ആയിട്ട് ഇങ്ങനെ മാറി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ നോക്കാനായിട്ട് ആരെങ്കിലും സഹായത്തിന് വയ്ക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആരെങ്കിലും ആളെ അന്വേഷിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിന് കിട്ടിയ ആൾക്കാർ ഭയങ്കര പ്രാർത്ഥനയിലും നല്ല വിശ്വാസമുള്ള ആൾക്കാരെ ദൈവം ക്രമീകരിച്ച് തരുമായിരുന്നു. ഞങ്ങളായിട്ട് അന്വേഷിച്ച് പോയപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് ഞങ്ങൾ ഒരാളെ ഞങ്ങൾ വെച്ചപ്പോൾ
ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നു. ഞങ്ങളെല്ലാം ദൈവത്തിനെ വിട്ടു കൊടുത്തപ്പോൾ ഭയങ്കര പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നല്ല സ്ത്രീകളെ പിള്ളേരെ നോക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു 3-4 പേര് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾക്കാരും സഹായത്തിനില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്ത്, അപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളായാലും പാത്രങ്ങൾ കഴുകാനോ തേക്കാനോ തുണികൾ അലക്കാനോ എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിള്ളേരോട് സഹായം ചോദിച്ചാൽ അവരും ചെയ്യും. മൂത്ത മോളിപ്പോൾ 16 വയസ്സായതുകൊണ്ട് അവൾ കുഞ്ഞു പിള്ളേരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരുടെ കൂടെ കളിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉറക്കാനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ സഹായിക്കും. രണ്ടാമത്തെ മോനായാലും കുഞ്ഞു പെൺപിള്ളേരുടെ കൂടെ കളിപ്പിക്കാൻ ആൾക്ക് നല്ല കഴിവുണ്ട്. അപ്പോൾ അവരെ കളിപ്പിക്കാൻ അവരെ എൻ്റർടൈൻ ചെയ്യാനൊക്കെ രണ്ടാമത്തെ മോനും സഹായിക്കും. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിള്ളേർ ചെറുതായിരുന്നപ്പോൾ നല്ല സഹനങ്ങളുണ്ടായി. ഇത്രയും ഉറങ്ങാതെയൊക്കെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പേടിക്കാറുണ്ട്. ഈശോയെ ജോലിയിലൊന്നും ഒരു തെറ്റും പറ്റാതെ ഇരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അത്ര അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ കാണുന്നുണ്ട്. സന്തോഷം, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനും പിന്നെ മൂത്ത പിള്ളേർക്ക് പല ആന്തരിക മുറികളോ ഭയങ്കര ഷൈയായത് അതിനെല്ലാം ഈ ചെറിയ പിള്ളേരിൽ കൂടെ അവർക്ക് ഹീലിംഗ് കിട്ടുന്നുണ്ട്. ലൈഫിന് ഓപ്പൺ അപ്പ് ആയപ്പോൾ ദൈവം തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഫീലിംഗാണ്. ഫൈനാൻസ് ആയാലും ഞങ്ങളുടെ ആരോഗ്യമായാലും. ഇപ്പോൾ പിള്ളേർക്ക് സൂക്കേട് വരുന്നത് പോലും ചിലപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ട്യൂസ്ഡേയ്സ് ഞാനിവിടെ ജോലിയില്ല. അപ്പോൾ മിക്കവാറും മൺഡേ അല്ലെങ്കിൽ വെഡ്നസ്ഡേ കുറച്ച് റിലാക്സ് ആയ ദിവസമാണ് ഞങ്ങൾക്ക് രണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആ സമയങ്ങളായിരിക്കും ചിലപ്പോൾ അവർക്ക് സൂക്കേട് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ലീവ് എടുക്കാനോ എളുപ്പം. അങ്ങനെ എല്ലാം ദൈവം ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. ഇതിന് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ജോലി എളുപ്പമായി. സത്യം പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസ് ഒന്നും കിട്ടാറില്ല. ദൈവത്തിൻ്റെ ഭയങ്കര ഒരു പരിപാലനയാണ്. അപ്പോൾ നമ്മൾ 6 കുട്ടികളുണ്ട്. അപ്പോൾ 6 പേർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരാം. പക്ഷേ വന്നാൽ തന്നെ അത് ദൈവം ഇപ്പം ആരും ഇല്ലെങ്കിൽ കൂടി വളരെ രീതിയിൽ കുറേ പേഷ്യൻസ് ക്യാൻസലായി പോവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ പിള്ളേരെ സുഖമില്ലെങ്കിൽ സ്കൂളിൽ വിടാൻ പറ്റിയില്ലെങ്കിലും നോക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ ദൈവം ഭയങ്കര മനോഹരമായിട്ട് എല്ലാം ക്രമീകരിച്ച് എല്ലാം നടത്തിക്കൊണ്ട് പോകണം. ഇപ്പം സാമ്പത്തികമായ കൂടി തന്നെ കൂടുതൽ സമ്പാദിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് എല്ലാം നടന്നു പോകുന്നുണ്ട്. അങ്ങനെ വേറെ ഗവൺമെൻറ്റിൽ നിന്ന് ഹെൽപ്പോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഫുൾ ടൈമാണ്, ഫെൽസി പാർട്ട് ടൈം. അതുകൊണ്ട് ഞങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നു. 6 കുട്ടികളായി കഴിഞ്ഞപ്പോൾ മുമ്പ് ഞങ്ങൾ 3 കുട്ടി ആയിരുന്നപ്പോൾ 4 കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകുമായിരുന്നു. കേരളത്തിൽ പോകുമായിരുന്നു. ബാംഗ്ലൂരാണ്, ഇപ്പോൾ ബാംഗ്ലൂർ പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 കുട്ടികളായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ അത് 2 വർഷം ആക്കി. കാരണം പിന്നെ എക്സ്പെൻസും എല്ലാം കാര്യമായപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വർഷവും തന്നെ UK തന്നെ ഇവരെ എല്ലാവരെയും കൊണ്ട് ഒരുമിച്ച് ഹോളിഡേ പോകും. പിന്നെ എല്ലാവരും കൂടി 8 പേരും കൂടി ഒരു വണ്ടി പോകുമ്പോൾ ഒരു ജോയ്ഫുള്ളാണ് സത്യം പറഞ്ഞാൽ. നല്ലൊരു ഇൻട്രാക്ഷനാണ് ഇവർ തമ്മിൽ. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ UK ഇപ്പോൾ ഇവിടുത്തെ വിശ്വാസമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളിലൂടെ ദൈവവിളി ഉണ്ടാകാനും ഇപ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ആയിട്ട് ഈ നാട്ടിൽ കൂടുതൽ സുവിശേഷവേല ചെയ്യാനും കൂടുതൽ വിശ്വാസത്തിൽ ഈ ജനതയെ നയിക്കാനും ഞങ്ങളുടെ കൂടെ കർത്താവ് ഞങ്ങളെ ഒരുക്കുകയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളത് മാക്സിമം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. പിള്ളേരെ നമ്മുടെ കുട്ടികളെല്ലാവരെയും തന്നെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് ശ്രമിക്കണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ചെറുപ്പം പോലെ മാതാവിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിലായിരിക്കും ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതിൻ്റെ മുട്ടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വീട്ടിൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം UK ഷെഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ ഷെഫീൽഡിൽ ആദ്യം ഒരു 2003 വന്നപ്പോൾ
ഞങ്ങളൊരു മാതാവിൻ്റെ ഒരു നല്ലൊരു സ്റ്റാച്ചു ഞങ്ങൾക്ക് കിട്ടി, ലൂർദിലെ മാതാവിൻ്റെ. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ഗ്രോട്ട പോലെ അവിടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഡോൺകാസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു ഗ്രോട്ടോ ഇങ്ങനെ പണിത് വൈകുന്നേര സമയങ്ങളിൽ കൊന്ത ചെല്ലുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സ്വർഗീയ ഒരു അനുഭവം കിട്ടാറുണ്ട്. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മൾ മാതാവിൻ്റെ ഒപ്പം ഇരിക്കുമ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ കുടുംബജീവിതത്തിലൊരു കാര്യം ഞങ്ങളിപ്പോൾ ഓർത്ത് പറയാനുള്ളത്, ഞങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ഗാഡ്ജറ്റ്സും ഫോണും ഒക്കെയാണല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങൾ സൺഡേയിൽ ഞങ്ങൾ നോ ഗാഡ്ജറ്റ്സ് അതാണ്. അതായത് ഒരു 4 മണി വരെ പിള്ളേർക്ക് ഫോണോ ടി വിയോ അങ്ങനെ യാതൊന്നുമില്ല. പക്ഷേ അവർക്ക് ബൈബിള് വായിക്കാം, അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഗെയിംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം അത് ഗ്രാജുവലി അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ മൺഡേ ടു ഫ്രൈഡേ, അതായത് സ്കൂളുള്ള ദിവസങ്ങളിൽ സത്യം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബൈബിൾ സ്റ്റോറീസൊക്കെ എന്തെങ്കിലും കാണും. പിന്നെ അധികം ഗെയിംസ് ഒന്നും കളിക്കാൻ സമ്മതിക്കാറില്ല. ഇവരുടെ ഗെയിംസ് ദിവസം ശനിയാഴ്ചയാണ്. അങ്ങനെ ഒരു ചെറിയൊരു ചിട്ടപ്പെടുത്തൽ ഫാമിലി ലൈഫിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. So having a big family I find really enjoyable. We all have each other to play with and do activities with. Usually with my sisters I like to do arts and crafts and play with them. So it's really nice having lots of people to talk to. ഇവിടെ നമുക്ക് ഈശോനെ കുറിച്ച് പറയാനായിട്ട് വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പേഷ്യൻസിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവരെക്കുറിച്ച് ഇപ്പോൾ ഈശോനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പേഷ്യൻസിനെ കാണുന്നതിന് മുമ്പും ഞാൻ രാവിലെ തന്നെ ഡ്രൈവ് ചെയ്ത് ജോലിയിലോട്ട് പോകുമ്പോഴത്തേക്കും അവരെല്ലാവരെയും സമർപ്പിച്ച് ഒരു നന്മ നിറഞ്ഞ പറയും ചെല്ലും, പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കും ദൈവം അവരുടെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാനുള്ളൊരു വിസ്റ്റം തരും. ആദ്യമൊക്കെ എനിക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഒത്തിരി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അങ്ങനെയുള്ളൊരു ഡയഗ്നോസിസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. അത് മെയിനായിട്ട് ഒരു സൈക്കോട്ടിക് ഇൽനെസ് അല്ല, അവരൊരു ബിഹേവിയറൽ എലമെൻ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഒന്നാമത് UK പോലെയുള്ള സ്ഥലങ്ങളിലപ്പോൾ ഒത്തിരി മുറിവുകളും ഇതൊക്കെ ഉള്ള കാരണം അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെ ഡീൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു മാതാവിൻ്റെ ഇടപെടലും കർത്താവിൻ്റെ അനുഗ്രഹം പ്രത്യേകിച്ച് അവിടെ കണ്ടു തുടങ്ങി. മാത്രമല്ല ഒത്തിരി കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസൊക്കെ വരുമ്പോഴത്തേക്കും പ്രാർത്ഥനയോടെ അവരെ സമീപിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ പേഷ്യൻസിനെയൊക്കെ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ബെറ്ററാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വർക്ക് പ്ലേസിൽ ഞാനൊരു ബൈബിളും ഒരു ക്രോസും വെച്ചിട്ടുണ്ട്, ഹോളി വാട്ടറും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ വേറെ ഈശോനെക്കുറിച്ച് പറയണതൊന്നും വർക്ക് കൊളീഗ്സിനൊന്നും ഇഷ്ടമല്ല. പക്ഷെ അവർക്കറിയാം ഞാനൊരു പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നറിയാം. പക്ഷെ അവർ നമ്മുടെ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഇതുപോലെ നമ്മളെ ഒരു റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് കേൾക്കണതോ ഒന്നും ഇഷ്ടമൊന്നുമല്ല. ഞാനും ജോലി സ്ഥലത്ത് മേശമ ഒരു ബെനഡിക്റ്റിൻ ക്രോസ് വെക്കാറുണ്ട്. പിന്നെ രാജേഷ് പറഞ്ഞ പോലെ ഞാനും കാലത്ത് തന്നെ അന്ന് കാണാൻ പോണ എല്ലാ പേഷ്യൻസിനെയും സമർപ്പിക്കും. അവർക്കുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ചില കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസ് പോലെ വരാണെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ ആ ക്രോസ്സുമ്മ നോക്കിയിട്ട് പറയും, ഈശോയെ ഒന്ന് സഹായിക്കണം, എന്താ പറയണ്ടേന്ന് അറിയില്ലാന്ന്. പറഞ്ഞ് പിന്നത്തെ മിനിറ്റിൽ തന്നെ എനിക്ക് എന്താ പറയണ്ടേന്നും അല്ലെങ്കിൽ ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസിന് ഇഷ്ടപ്പെടുന്ന പോലെ രീതിയിൽ പറയാനുള്ള ഒരു കൃപ ദൈവം തരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ആദ്യം കല്യാണം കഴിച്ച ആ സമയത്തൊക്കെ ഫെൽസിക്ക് ഇങ്ങനെ പല ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്, ഇങ്ങനെ അങ്ങനെ അപ്പോൾ അതല്ലായിരുന്നു ആവശ്യം, വെറുതെ ഒന്ന് കേട്ടിരിക്കണം, അതായിരുന്നു. പിന്നീട് ഞാൻ സൈക്കോളജിയൊക്കെ പഠിച്ച് അപ്പോൾ മെയിൽ ബ്രെയിൻ്റെയും ഫീമെയിൽ ബ്രെയിൻ്റെയും ഒക്കെ വ്യത്യാസം മനസ്സിലാക്കിയപ്പോഴാണ്
കാര്യം മനസ്സിലായത്. അപ്പോഴത്തേക്കും ഇപ്പം ഞാൻ അപ്പോൾ കുറച്ച് സമയം വെറുതെ കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് സൊല്യൂഷനൊന്നും കൊടുക്കണ്ട, അപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഫെൽസിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരു കെയറിങ് ഫീലിംഗ് ആണ്. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ ഒക്കെ പറയും. അപ്പോൾ എനിക്കറിയാം, ജസ്റ്റ് വെറുതെ കേട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും അതിൽ അഭിപ്രായം പറയണമെങ്കിൽ അത് പറഞ്ഞേക്കുക, അപ്പോൾ ഞാൻ പറഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്ററായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും കൊന്തകല്ലിയും സ്തുതിക്കും. കുറച്ച് നേരം ഭാഷാപരത്തിൽ സ്തുതിക്കും, കുറച്ച് നേരം ബൈബിൾ വായിക്കും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു.